ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കടച്ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പോണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കടച്ചക്ക ഫ്രൈക്ക് നമ്മൾ കടച്ചക്ക വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ ഇതിൻ്റെ സ്കിന്ന് നോക്കിയിട്ടാണ് നമുക്കിതിൻ്റെ പഴുപ്പ് അറിയുന്നത്. ഇപ്പം ഈ മുള്ള് കണ്ടില്ലേ, ഇതിൻ്റെ മൂപ്പറിയാനുള്ള ഒരു ഐഡിയ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ പുറമേയുള്ള ഈ മുള്ളില്ലേ, അത് മൂപ്പ് കുറവാണെങ്കിൽ അടുപ്പിച്ചായിരിക്കും. കടച്ചക്ക ഫ്രൈ ചെയ്യണമെങ്കിൽ നല്ല മൂത്ത കടച്ചക്ക വേണം. അപ്പോൾ അതിൻ്റെ ഈ മുള്ളൊന്നും കൂടി പരന്നതായിരിക്കും. കണ്ടില്ലേ, നമ്മൾ ഈ ഒരു കടച്ചക്കയാണ് എടുക്കുന്നത്. ആദ്യം കടച്ചക്ക പീസുകളാക്കണം, അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇങ്ങനെയുള്ള നീളത്തിലുള്ള പീസാക്കണം. അതിന് ശേഷം ഇതിൻ്റെ തൊലി കളയാം. ഓക്കെ, ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റുക. കണ്ടാവും, നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കനം ഈ ഒരു കനം മതിയാവും കേട്ടോ. ഓക്കെ, നമ്മളിത് അരിഞ്ഞത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം കേട്ടോ. ഇതിനായി ആദ്യം എണ്ണ ചൂടാക്കുക. 1/4 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ ഉപ്പ് കലക്കി മാറ്റി വെക്കുക. നമുക്കിത് ആവശ്യമുള്ളതാണ് കേട്ടോ. തിളച്ച എണ്ണയിലേക്ക് കുറേശ്ശെയായി അരിഞ്ഞു വെച്ച് ചക്കയുടെ പീസ് ഇടാം കേട്ടോ. ഇട്ട ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് പാകമാകുമ്പോൾ നാം നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഉപ്പ് ലായനി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ കളറായി തീരുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ കടച്ചക്ക ചിപ്സ് റെഡിയായി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.